ഹലോ എവ്രി വൺ. അപ്പോൾ ഈ ഒരു ക്രിസ്മസ് വെക്കേഷനിൽ ഞങ്ങൾ മൂന്നാറിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എടുത്തൊരു കുഞ്ഞു വീഡിയോ ആട്ടെ ഇത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. മൂന്നാറിൽ ഞങ്ങൾ ഫസ്റ്റ് തന്നെ പോയിട്ടുണ്ടായത് വട്ടവട എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അവിടുത്തെ ഒരു കുഞ്ഞു വീഡിയോ നമുക്ക് കണ്ടു നോക്കിയാലോ. മൂന്നാർ ടൗണിൽ നിന്ന് ഏകദേശം 43 കിലോമീറ്റർ ഉണ്ട് വട്ടവട എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. അപ്പോൾ ഫസ്റ്റ് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇറങ്ങാൻ വിചാരിച്ചിട്ട് ഞങ്ങളിത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് കഴിക്കാൻ വിചാരിക്കുന്നു. റോച്ചാസ് റെസ്റ്റോറൻറ്റ്. എൻ്റെ ഫേവറേറ്റ് എപ്പോഴും മസാല ദോശയാണ്. അതുകൊണ്ട് ഞാനത് പറഞ്ഞിട്ടുണ്ടേനു. അയച്ചിക്ക് അത് അത്ര ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് പൂരി മസാല എന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. അങ്ങനത്തെ കുറച്ച് ടൈം വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കാണ് ഫുഡ് എത്തിയിട്ടുണ്ട്. മസാല ചെയ്ത നെയ്റോസ്റ്റിന്റെ പറഞ്ഞു നല്ല അടിപൊളി. അങ്ങനെ നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നേരെ പിന്നെ ഞങ്ങൾ വട്ടവടയിലേക്ക് യാത്ര തിരിക്കാട്ടോ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ മൂന്നാറിൽ ഡിസംബറിൽ പോയതുകൊണ്ട് തന്നെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു അവിടെ ഉണ്ടായത്. ഉച്ചയ്ക്ക് തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും മൂന്നാറിൽ ഡിസംബറിലെ ക്ലൈമറ്റ് വെതർ എങ്ങനെയാണെന്നുള്ളത് ന്യൂസിലൊക്കെ ഉണ്ടല്ലോ. അത്രയും അടിപൊളി ക്ലൈമറ്റ് ആട്ടോ അന്നേരം ഉണ്ടായത്. വട്ടവടയിലേക്ക് പോകുമ്പോഴുള്ള ഈ ഒരു റൂട്ടിലേക്കൂടിയുള്ള യാത്ര അത്രയും മനോഹരമാണ്. അത് പോയവർക്ക് എന്തായാലും മനസ്സിലാവും. എന്താ പറയുക, ചുറ്റിലും പച്ചപ്പൊക്കെ ആയിട്ട് ഒരു ഫുൾ റിലാക്സ് ആയിട്ട് നല്ല കാമായിട്ട് നല്ല ഫ്രഷ് എയറൊക്കെ ആസ്വദിച്ചിട്ട് നമുക്ക് പോകാൻ വേണ്ടി പറ്റും. അത്രയും അടിപൊളിയാട്ടോ ആ ഒരു ഡ്രൈവ് എന്ന് പറയുന്നത്. അങ്ങനത്തെ കുറച്ച് നേരത്തെ യാത്രക്കൊടുവിൽ ഞങ്ങളിത് വട്ടവട പഞ്ചായത്തിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഈ ബോർഡൊക്കെ പൊട്ടിപ്പൊള്ളിച്ചാണ് ഉണ്ടായത്. പക്ഷേ വട്ടവടയിലേക്കുള്ള റൂട്ടിലൂടെയുള്ള ഈ റോഡുണ്ടല്ലോ, അത് നല്ല റോഡാട്ടോ. എന്താ പറയുക, കുണ്ടും കുഴിയൊന്നും ഇല്ലാണ്ട് നല്ല സ്മൂത്തായിട്ട് നമുക്ക് നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഡ്രൈവ് ചെയ്തിട്ട് പോകാൻ വേണ്ടി പറ്റും. ഈ ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു റൂട്ട് അത്രയും ഇഷ്ടമാവും, അത് ഉറപ്പാണ്. നിങ്ങൾ മൂന്നാറിൽ പോവുകയാണെങ്കിൽ ഈ വട്ടവട എന്ന് പറയുന്ന പ്ലേസ് ആരും മിസ്സാക്കണ്ട. അത്രയും കാമായിട്ടുള്ളൊരു പ്ലേസാണ്. ചുറ്റും മരങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞിട്ടുള്ള ഒരു കാട് പോലത്തെ റൂട്ടിലൂടെയുള്ളൊരു യാത്രയാട്ടോ അത് ഈ ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരും ഈ പ്രകൃതി ഭംഗിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു യാത്ര മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. അങ്ങനെ വട്ടവടയിൽ ഒരു കുഞ്ഞ് ഓഫ് റോഡൊക്കെ കഴിഞ്ഞിട്ടാട്ടോ ഞങ്ങൾ ഈ ഒരു പ്ലേസിൽ എത്തിയിട്ടുണ്ടായത്. വട്ടവടയിലെ വില്ലേജ് ഓഫീസിലേക്കല്ല വന്നിട്ടുള്ളത്, ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. അപ്പോൾ ഈ സ്ട്രോബെറിൻ്റെ ഒക്കെ ഫാം വരുന്നത്. സ്ട്രോബെറി, കാബേജ്, പിന്നെ ക്യാരറ്റ്, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഫാമിലുണ്ട്. അപ്പോൾ അത് വാങ്ങിക്കുന്നവരും എന്തായാലും ഈ ഒരു ലൊക്കേഷൻ ഇട്ടാൽ മതി. വട്ടവടയിലിട്ടാണ് ഇങ്ങോട്ടേക്ക് വരിക. ഈ ഒരു ലൊക്കേഷൻ ഇട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആൾക്കാരുണ്ടാവും നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഫാമിലെല്ലാം ഫ്രീ എൻട്രി കേട്ടോ. അങ്ങനെ ഇതാ ഫസ്റ്റ് ഞങ്ങൾ പോയത് സ്ട്രോബെറി കൃഷി ചെയ്യുന്ന ഫാമിലേക്കാണ്. സ്ട്രോബെറി മാത്രമല്ല, അവിടെ ബ്രൊക്കോളി അതുപോലെ തന്നെ ഈ ലെറ്റ്യൂസൊക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ പോയ സമയത്ത് സ്ട്രോബെറി ഏകദേശം വിളവെടുപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഈ ഒരു സ്ഥലത്ത് നിന്ന് സ്ട്രോബെറി കിട്ടിയിട്ടില്ല. ഹൈജിക്കിനെ കുഞ്ഞു സ്ട്രോബെറി കാണിച്ചു കൊടുക്കലാണ്, അത് ഉണ്ടാവുന്നേ ഉള്ളൂവേനു. പിന്നെ ഇത് നമ്മുടെ ഫിലിമിലൊക്കെ ആട്ടോ. ഇപ്പോൾ ആരും ഇങ്ങനെയൊന്നും കണ്ടിട്ടുണ്ടാവില്ല, ഹൈജിയൊന്നും പ്രത്യേകിച്ചും. എന്താ പറയുക, നമ്മുടെ നാട്ടിലൊന്നും പിന്നെ കൃഷി എന്ന് പറഞ്ഞ സംഭവമേ ഇല്ലല്ലോ. നമ്മളതെല്ലാം കണ്ടിട്ട് ഫാമെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം നേരെ ഞങ്ങൾ പോകുന്നത് അടുത്ത ഫാമിലേക്കാണ് കേട്ടോ. ഈ ഒരു ഫാം കഴിഞ്ഞെല്ലാം തൊട്ടടുത്തടുത്തായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ടായത്. ക്യാബേജ് ഉണ്ട്, കോളിഫ്ലവർ ഉണ്ട്, ഫ്ലവേഴ്സ് ഉണ്ട്. നല്ല സൺഫ്ലവർ പിന്നെ മെയിനായിട്ട് ഇഷ്ടം സ്ട്രോബെറീസ്. പക്ഷെ ഒന്നും പൊഴുത്തിട്ടില്ല. ഇത് സ്ട്രോബെറി അല്ല, വേറെ ഏതോ ഒരു ബെറിയാണ്. എന്താ പറയുക, റാസ്ബെറി അങ്ങനെ ഏതോ ഐറ്റാണ്. ഒരു മുള്ളുള്ള ചെടിയിലാട്ടോ ഇത് ഉണ്ടായിട്ടുണ്ടായത്. പിന്നെ ഈ ഒരു ഫാമിൽ നിന്ന് നമുക്ക് ഈ ഒരു സംഭവങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പറ്റും. സ്ട്രോബെറി ഇപ്പം എന്താ പറയുക, വിളവെടുപ്പ് കഴിഞ്ഞതുകൊണ്ട് അത് ഉണ്ടായിട്ടില്ല. പക്ഷെ ബാക്കിയുള്ള ഈ ക്യാബേജ്, പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക കോളിഫ്ലവർ, പിന്നെ ലെറ്റ്യൂസ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 50 റുപ്പീസ് ആട്ടോ ഞങ്ങൾക്ക് അയച്ചിട്ടുണ്ടായത്. നല്ല ഫ്രഷ് ആയിട്ട് ഞങ്ങൾക്ക്
അവിടെ നിന്ന് തന്നെ നമ്മൾ പറിച്ചെടുക്കുക കേട്ടോ ചെയ്തിട്ടുണ്ടായത്. ക്യാരറ്റ് കൂടി ഇവിടെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്ട്രോബെറിൻ്റെ ജാം, അതുപോലെ വൈന് ഒക്കെ ഇവിടെ നിന്ന് വാങ്ങാൻ വേണ്ടി കിട്ടും. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ പോയിട്ടുണ്ടായത് ഒരു ചേട്ടൻ ഞങ്ങളെ കണ്ടിട്ട് അവരുടെ വീട്ടിലേക്കാട്ടോ കൊണ്ടുപോയത്. അവരുടെ ചെറിയൊരു തോട്ടം ഉണ്ടായിരുന്നു, ചെറിയൊരു കൃഷി ചെയ്യുന്നൊരു പ്ലേസ്. ഇതാണ് കേട്ടോ അത്. അവിടെ നോക്കുമ്പോൾ ഭാഗ്യത്തിന് നമുക്ക് സ്ട്രോബെറി കിട്ടിയിട്ടുണ്ടായിരുന്നു. അവർ എന്താ പറയുക, കുറച്ച് സ്റ്റോക്ക് അവരുടെ അടുത്തുണ്ട്. ലൈവായിട്ട് ഫ്രഷ് ആയിട്ട് കേട്ടോ ഞങ്ങൾക്കത് പറിച്ചു തന്നിട്ടുണ്ടായത്. ഇത് കുറച്ച് മണ്ണുണ്ട്. നമുക്ക് കയറാൻ പറ്റൂല. ഓ പക്ഷെ ഇവിടുത്തെ മണ്ണുണ്ട് സ്ട്രോബെറി. ഓർഗാനിക് ആ സ്ട്രോബെറി കല്ലല്ലോ വന്നേ നമ്മള്. അങ്ങനെ ഇത് ഐസിക്ക് പറിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആളുടെ സ്വന്തം കൈകൊണ്ട് ആദ്യമായിട്ടാട്ടോ ഈ ഒരു സംഭവം ഇങ്ങനെ എന്താ പറയുക സ്ട്രോബെറി ഉണ്ടായിട്ട് കാണുന്നത് പറിക്കുന്നതൊക്കെ. അപ്പം തന്നെ അത് കഴിച്ചിട്ടുണ്ടേനു. അടിപൊളിയാന്ന് കേട്ടോ പറയുന്നുണ്ടായി. തളർന്നുപോയാ ചേച്ചി ഇത് ജാമേനു സ്ട്രോബെറി ജാം. സ്ട്രോബെറി മാത്രമല്ല ഇവിടുന്ന് മത്തനും അതുപോലെ ചവച്ചാണ് തൊട്ട് തോന്നുന്ന ഒരു പച്ചക്കറി, ഒരു ഉപ്പിലൊക്കെ ഇട്ട് വെക്കുന്നൊരു പച്ചക്കറി എന്നാൽ അങ്ങനെ അത് വാങ്ങിച്ചിട്ടുണ്ടേനു. അങ്ങനെ എല്ലാം കൂടി വാങ്ങിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. ഓറഞ്ചും പിന്നെ ബ്രെഡും ജാമും ഒക്കെ ഉണ്ട്. ഫാം ഹൗസൊക്കെ കണ്ട് കുറച്ച് നടന്നപ്പോഴേക്കും തന്നെ എല്ലാവരും കുറച്ച് തളർന്നിട്ടുണ്ടേനു. അങ്ങനെ കുറച്ച് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങളടുത്തുണ്ടായ കുറച്ച് ഫുഡ് ഐറ്റം ഉണ്ടായിരുന്നു, ഫ്രൂട്ട്സും ബ്രെഡൊക്കെ അയച്ച് അങ്ങനെ അത് കഴിച്ച് പിന്നെ ഞങ്ങൾ പോകുന്ന വഴിയിലാട്ടോ ഒരു വ്യൂ പോയിൻ്റ് പോലത്തെ ഒരു സ്ഥലം കണ്ടത്. അവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു എൻ്റെയർ ഏരിയ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ വട്ടവടയിലേക്ക് പോകുമ്പോൾ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വട്ടവടയിലേക്ക് പോയിട്ട് തിരിച്ച് വരുമ്പം 5 മണിക്കുള്ളിലേ, അതായത് ഈവനിങ് 5 മണിക്ക് മുന്നേ ആയിട്ട് തന്നെ വരാൻ വേണ്ടി നോക്കണം. അങ്ങനത്തെ ഫാം ഹൗസൊക്കെ കണ്ട് ലഞ്ചൊക്കെ കഴിച്ച് അതുപോലെ തന്നെ ഞങ്ങൾ എന്താ പറയുക ഈ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് ഈ ഒരു ഡ്രൈവും ഒക്കെ ആസ്വദിച്ചിട്ട് തിരിച്ച് വട്ടവടയിൽ നിന്ന് നേരെ മൂന്നാറിലേക്ക് പോവലാണ്. അടിപൊളി ഡ്രൈവ് ആട്ടോ ഇത്. എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്. എന്താ പറയുക ഈ പച്ചപ്പും ഈ ഫ്രഷ് എയറൊക്കെ ആസ്വദിച്ചിട്ട് നമുക്ക് പോകാൻ വേണ്ടി പറ്റും. നിങ്ങൾ കാണുന്നുണ്ടല്ലോ ആ ഒരു റൂട്ട് തന്നെ അത്രയും മനോഹരമാണ്. ഞാൻ ഒരിക്കൽ കൂടി ഇത് പറയുന്നത്, മൂന്നാറിന് പോകുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത് മിസ്സാക്കരുത്. അത്രയും സൂപ്പറായിട്ടുള്ളൊരു സ്ഥലമാണ്, അത്രയും അടിപൊളി ഡ്രൈവാണ്. അങ്ങനെ വട്ടവടയിൽ നിന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായത് ഈ ഒരു എക്കോ പോയിന്റ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അവിടെ ഇഷ്ടം പോലെ കോളേജ് കുട്ടികളുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടാകുമ്പോൾ ഒരു ഫുഡ് കഴിക്കുന്ന ടൈമിലാട്ടോ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായത്. ഈവനിങ് ആയിട്ടുണ്ട്. കുറേ ആൾക്കാരത്തെ മീൻ പിടിക്കുന്നുണ്ട് ഇവിടുന്ന്. എന്താ പറയുക, ഒന്ന് കാമായിട്ടുള്ള സ്ഥലമാണ്. കുറച്ച് സമയം നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അത്രയും എന്താ പറയുക സ്കൂളും കോളേജ് കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടേനും. അതൊക്കെ ഞാൻ പോസ്റ്റ് അയച്ചിടാം കേട്ടോ, എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. പിന്നെ ഇതാ ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായത് ഈ റിപ്പിൾ ടീ ഫാക്ടറി ഇല്ലേ, അതിൻ്റെ ഫാക്ടറി ഔട്ട്ലെറ്റിലാണ് കേട്ടോ പോയിട്ടുണ്ടായത്. ഇത് ഇവിടെ ഇഷ്ടംപോലെ പാർക്കിങ്ങും ഉണ്ട്. അതുപോലെ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഫുൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും. ടീൻ്റെ തന്നെ കുറേ വെറൈറ്റി ഐറ്റം ഉണ്ട് ഇവിടെ. എന്താ പറയുക, റോസ് ടീ ഉണ്ടായിരുന്നു, ഗ്രീൻ ടീ ഉണ്ടായിരുന്നു, എലൈച്ചിൻ്റെ ഉണ്ടായിരുന്നു, മസാല ടീ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട്. നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും. ഇത് ടീൻ്റെ തന്നെ വേറെ വേറെ ഫ്ലേവറിലുള്ള കുറേ സംഭവമുണ്ട്. ടീയൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ ഒരു ഏരിയ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അതുപോലെ തന്നെ ന്യൂ ഇയർ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് അടിപൊളി ഓഫറും ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ നിങ്ങൾക്ക് ഇവിടുന്ന് ഡിഫറെൻറ്റ് ഫ്ലേവറിലുള്ള ചായ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റും. ഇവിടെ സെയിലുണ്ട് കേട്ടോ.
അപ്പോൾ നിങ്ങൾക്ക് ആ ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ടീ പൗഡർ വാങ്ങാൻ വേണ്ടി പറ്റും. അങ്ങനെ ഇതാ ഞാൻ ചായ കുടിക്കാറില്ല, അതുകൊണ്ട് ജുബർക്ക് ഇതൊരു ടീ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ അതുകൂടി കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ ഇവിടെ നിന്ന് ഇറങ്ങാട്ടോ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു വർക്കലയിൽ ഞങ്ങൾ പോയിട്ടുണ്ടായ ഒരു ചെറിയൊരു കുഞ്ഞു വീഡിയോ ആട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.